Hi, this is Neeraj Madhav and you're watching metromatney.com. മെക്സിക്കൻ അപാരത ഒരു വിപ്ലവ സിനിമയായിരിക്കും. ക്യാമ്പസ് പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ക്യാമ്പസ് രാഷ്ട്രീയം ത്രൂ ഔട്ട് ചർച്ച ചെയ്യുന്നൊരു സിനിമ അധികം വന്നിട്ടില്ല അടുത്ത സമീപകാലങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഒരു വൺ ഓഫ് ദ ലീഡ് ക്യാരക്ടേഴ്സാണ് എൻ്റെ ടൊവിനോയുടെയും എൻ്റെയും കഥാപാത്രങ്ങളുടെ ഒരു സൗഹൃദമാണ് ഇതിൽ ഉടനീളം പറഞ്ഞു പോകുന്നത്. സുഭാഷ് എന്ന് പറയുന്നതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു നാട്ടിൽ നിന്ന് വരുന്ന ആളാണ്, ഒരു കോളേജിലോട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള അയാളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അത്രയാണ് ഈ ക്യാരക്ടറിനെ പറ്റി ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം. ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് സീരിയസ് റോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതൊരു ഡെലിബറേറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ഒന്നുമല്ല. ഊഴത്തിൽ ഈ പറഞ്ഞ പോലെ ശരിക്കും ത്രൂ ഔട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഡീപ്പായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമർ ഓറിയൻറ്റഡ് ക്യാരക്ടറല്ല. പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ടോം പറഞ്ഞു നമ്മുടെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ ഒരു SFI-കാരൻ്റെ ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആൻഡ് എന്താ പറയുക ഒരു നാട്ടും പുറത്തുകാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ സീരിയസ് റോൾ. ഇപ്പോഴാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടിയെത്തുന്നതും എന്ന് വെച്ചിട്ട് ഹ്യൂമർ റോൾസിന് ചെയ്യില്ല എന്നല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബോർഡർ ലൈനൊന്നും ഇല്ല എവിടെയും. എല്ലാവർക്കും എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാം. അപ്പോൾ ഇപ്പം ഒരു ഹ്യൂമർ ഓറിയൻറ്റഡ് സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് സീരിയസ് റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലോട്ട് പോവുകയും ചെയ്യും. ഒപ്പം എല്ലാ തരത്തിലുള്ള എന്നെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ കഴിഞ്ഞ കഥാപാത്രത്തിൽ നിന്നും അടുത്ത കഥാപാത്രത്തിലൊരു ഡിഫറൻസ് കൊണ്ടുവരും. അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കോളേജ് മെമ്മറി ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത് ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ക്യാമ്പസ് പൊളിറ്റിക്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി വന്നത് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ്. അത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു ക്യാമ്പസായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലായിരിക്കും ഇത്രയധികം ആക്ടിവിസവും രാഷ്ട്രീയമൊക്കെ സജീവമായിട്ടുള്ള ഒരു കോസിന് വേണ്ടി സ്റ്റുഡൻസ് യൂണിയനും കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ അങ്ങനെ ഒരുപാട് ലെഗസി ഉള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ പറയാമെന്ന് പറയുന്നതിന് ഭയങ്കര റെലവൻസ് ഉണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ലുക്ക് വിട്ടത് തന്നെ ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാമ്പസിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റാതെ പോയൊരു പശ്ചാത്തലമായിരിക്കും ഈ സിനിമയിലൂടെ ഞാൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത ഇമ്മീഡിയറ്റ് പ്രോജക്റ്റ് ഇത് തന്നെയാണ്, മെക്സിക്കൻ അപാരത. അത് കഴിഞ്ഞ് ഞാൻ എഴുതുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന 2 പടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസും ആക്ച്വലി കമ്മിറ്റ് ചെയ്ത 2 പടങ്ങളുണ്ട്. അപ്പോൾ അടുത്ത വർഷം ആദ്യം ചിലപ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്നൊരു സിനിമ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 സീൻ വേഷത്തിൽ അഭിനയിച്ച് തുടങ്ങിയ ഒരാളാണ്. അതിനുശേഷം പടിപടികളായിട്ട് സീനിൻ്റെ വലിപ്പങ്ങൾ കൂടി വന്നു. നിങ്ങൾ എൻ്റെ കഥാപാത്രങ്ങളൊക്കെ സ്വീകരിച്ചു. ദൃശ്യത്തിലെ മോനിച്ചനായാലും സപ്തമസിലെ നാരായണൻകുട്ടിയായാലും വടക്കൻ സെൽഫിയിലെ തങ്കപ്രസാദായാലും അങ്ങനെ കഥാപാത്രങ്ങളുടെ വലിപ്പം കൂടി വരികയാണ്. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതെല്ലാം ഇതുവരെ ഏറ്റെടുത്ത പോലെ ഇതും ഏറ്റെടുക്കണം എന്ന് മാത്രം പറയും. താങ്ക് യു.